കാലിക്കറ്റ് സർവകലാശാലയിൽ സ്വകാര്യ പങ്കാളിത്തമില്ലാതെ തന്നെ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കും. സർവകലാശാലയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സർവകലാശാല ഭൂമി അനുവദിച്ചാൽ സർക്കാർ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മലബാറിൽ കേരളത്തിൽ തന്നെ നല്ലൊരു ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം ഇല്ല. മുൻപ് നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രപ്പോസൽസ് കൊടുത്തു. അത് യൂണിവേഴ്സിറ്റി സിൻഡിക്കൽ വെച്ച് ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കും. പൂർണ്ണമായും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രമാണ്. VC അടക്കമുള്ളൊരു അഭിപ്രായം, അതായത് സർക്കാരും യൂണിവേഴ്സിറ്റി ചേർന്ന് നിർമ്മിക്കണം. പക്ഷേ അതിന് മറ്റൊരു തടസ്സമില്ല, നമുക്ക് നിർമ്മിക്കാം. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, എന്താണ് ആ മന്ത്രിയുടെ വാഗ്ദാനം? സ്മൃതി, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നു. അഥവാ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം വരികയാണെങ്കിൽ അത് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏകദേശം 700-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ തത്വത്തിൽ ധാരണയാവുകയും അതിൻ്റെ പ്രാഥമിക പരിശോധനകൾ നടത്താൻ സർക്കാർ തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥല പരിശോധന അടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, സർക്കാർ സ്വന്തം ചെലവിൽ നിർമ്മിക്കുന്നതിന് പകരം സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അത് നിർമ്മിക്കാനാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വലിയ വിമർശനവും ആക്ഷേപവും ഉയർന്നിരുന്നു. അങ്ങനെ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് സ്വകാര്യ ഭൂമിയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതായിരുന്നു ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്നാൽ അത്തരം വിമർശനങ്ങളെ എല്ലാം തന്നെ ഇന്നിപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ നിഷേധിച്ചിരിക്കുകയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വെറും പ്രചാരണം മാത്രമാണ്, മറിച്ച് പൂർണ്ണമായും സർക്കാർ ചെലവിൽ തന്നെയാണ് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് ചേർന്ന യോഗത്തിൽ തത്വത്തിൽ അത് അനുകൂലമായ തീരുമാനമെടുത്തു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങൾ കൂടി ഇത് പാസ്സാക്കിയെടുത്താൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ ഒരു ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം യാഥാർത്ഥ്യമാകും എന്നതാണ് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടുത്തെ കരിപ്പൂർ വിമാനത്താവളം, അതുപോലെ തന്നെ ദേശീയപാത ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട്, അതിനോടൊപ്പം തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് സർവകലാശാല ഇതിൻ്റെ ഒരു ഐഡിയൽ സ്പോട്ടായിക്കൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ അതിൻ്റെ ആദ്യഘട്ടം ഏകദേശം 250ഓളം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യവും. സ്മൃതി.